ഹലോ ഫ്രണ്ട്സ്, അപ്പം കുറേ ദിവസമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാവട്ടെ. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം രാവിലത്തെ വെട്ടമെന്ന് പറയുമ്പോൾ നല്ല പ്രകാശമാണ്. ഈ കട്ടനൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു ഉച്ചക്കത്തെ ഒരു പ്രകാശമൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബെഡൊക്കെ ഒന്ന് റെഡിയൊക്കെ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വന്നു. പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലോട്ട് ചെന്നിട്ട് നമ്മൾ കടുംചായ വെക്കും. നാട്ടിൽ സ്ഥിരമായിട്ട് കാപ്പിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്, കടും കാപ്പിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മളങ്ങനെ കോഫി പൗഡർ വാങ്ങിയിട്ടില്ല. അപ്പം പിന്നെ സ്ഥിരമായിട്ട് നമ്മളിപ്പം കടുംചായയാണ് രാവിലെ. അപ്പം കടുംചായൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കായ്ക്കും കടുംചായ കൊടുത്തിട്ട് ഞാനും കുടിച്ചു. അതിൻ്റെ കൂടത്തിൽ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കടുംചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ അപ്പമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്, പാലപ്പം ദോശയൊക്കെ. ഇന്നെന്തായാലും വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ക്യാപ്സിക്കം ക്യാബേജും ഒക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ നൂഡിൽസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നൂഡിൽസ് റെഡിയാക്കുന്നത്. സാധാരണ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഇട്ട് അത്രയ്ക്കേ ചെയ്യത്തുള്ളൂ, അത് ജസ്റ്റ് മിക്സാക്കി എടുക്കത്തേ ഉള്ളൂ. ഇത്തവണ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പം നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം മൊബൈലിൽ വെറുതെ ഇങ്ങനെ ഓരോരോ റീലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഇത് ഫ്രിഡ്ജിലിരുന്ന് അങ്ങ് പഴുത്തു പോയി. പിന്നെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മത്തങ്ങാക്കറി, അച്ചാർ, ചമ്മന്തിപ്പൊടി, ഉണക്ക മീൻ, രസമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇക്കായി വൈകിട്ട് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കി. അപ്പം ഈ ഫുഡെന്ന് പറയുന്നത് നമ്മൾ 2 പാത്രത്തിൽ 2 തട്ടിൻ്റെ ലഞ്ച് ബോക്സാണ്. അപ്പം 2 തട്ടിലും നമ്മൾ ചോറ് എടുക്കും. അപ്പം ചെറിയ ഉള്ളുള്ള പാത്രമാണ് ഇത്, അതുകൊണ്ട് ഒരു പാത്രത്തിൽ എടുത്താൽ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചമ്മന്തി, അച്ചാർ, രസം, പിന്നെ കുറച്ച് മുട്ടയും കൂടെ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊടുത്ത് കട ഫുഡൊക്കെ പായ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ റൂമും കിച്ചനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലീനിങ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്ന് ഇനി രാത്രിത്തെ ഫുഡ് കഴിക്കുന്നതിന് വരെ റൂമിൽ ഒന്നെങ്കിൽ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക, അതാണ് പതിവ്. പിന്നെ രാത്രി നമ്മൾ ഉറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഒരു കടുംചായ ഇങ്ങനെ ബന്നോ അല്ലെങ്കിൽ പിന്നെ സാൻഡ്വിച്ച് ബന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ കഴിക്കാറുള്ളത്. അപ്പം ഇന്നിപ്പോൾ ഇതാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.